75 വെറൈറ്റി കൂടുതൽ തെച്ചി കളക്ഷൻ ഉണ്ട് എനിക്ക്. ഒരുപാട് നല്ല നല്ല വെറൈറ്റീസും നാടൻ വെറൈറ്റീസും ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പേരെ കാണിക്കാം. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ചുരുണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവർ ഇതുപോലത്തെ തൈ വാങ്ങിച്ച് വെക്കണം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരൊറ്റ സ്റ്റെമ്മിലാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ഉച്ച വരെയുള്ള വെയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും നല്ലപോലെ പന്തായിട്ട് പൂക്കളായി നിൽപ്പുണ്ട്. നല്ല മണവുമാണിത്. നമ്മുടെ നോർമൽ തെച്ചിയേക്കാളും നല്ല മണമുള്ള ഒരു വെറൈറ്റിയാണിത്. ഇത് ഇലയുടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ചുറ്റിനും ബഡ് വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ വെരിഗേറ്റഡ്, ഇതും വൈറ്റ് തന്നെയാണ്. വെരിഗേറ്റഡ് സുന്ദരിയാണ്. ഇതിൽ ചിലതൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ പുതിയ സ്റ്റോക്ക് വരുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഓർഡർ ഇല്ലാതെ നമ്മൾ ഇത്രയും ചെടികൾ ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ, അത്യാവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സെയിലിന് റെഡിയാവുന്നതാണ്. ഇതും ഇല ചുരുണ്ട് വരുന്ന ഡാർക്ക് റെഡ് കളറിൽ ഒരു വെറൈറ്റിയാണ്. ഇതൊന്നും തൈകൾ സെയിലിന് ഞാൻ ആക്കിയിട്ടില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം സെയിലിന് എടുക്കാമെന്ന് കരുതിയിരിക്കുന്ന വെറൈറ്റീസാണ്. ഇത് പിങ്ക് കളറിൽ ഒരു കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നത് തന്നെയാണ്. പക്ഷെ നിറയെ പൂ വരും. കുട്ട പോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. അതിൻ്റെ സെയിം വൈറ്റാണിത്. വൈറ്റ് ഇതേ ഇലകളിൽ വരുന്ന വൈറ്റ് ഒരു റെഡ് ബോർഡറൊക്കെ വരും. ഇത് അധികം പേരുടെയിൽ കണ്ടിട്ടില്ല ഞാൻ. ഇതൊരു റെയർ വെറൈറ്റി വൈറ്റാണ്. നല്ലോണം പൂ തരും. ഇതാ ഇപ്പോൾ ഒരു ബഡ് കഴിഞ്ഞതേ ഉള്ളൂ. നിറയെ പൂവുണ്ടായിരുന്നു. അതിന് ശേഷം എന്താ വീണ്ടും ബഡുകളായി വരുന്നുണ്ട്. ഞാൻ ഉള്ളി വിട്ടതാണ് ഇതെല്ലാം. അടുത്ത സെക്ഷൻ ബഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതും ഇപ്പോൾ കാണിച്ച വൈറ്റിൻ്റെ വേറൊരു ടൈപ്പ് കളറാണ്. ഒരുതരം പിങ്ക് അല്ല, പീച്ച് കളർ പോലെയൊക്കെ തോന്നിക്കും. ഇത് നമ്മുടെ വൈറ്റ് സൂചി തെച്ചിയാണ്. നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സൂചി പെറ്റലിൽ വൈറ്റ് തെച്ചി. ഇത് കുറ്റിത്തെറ്റിയിൽ ഡബിൾ ഷെയ്ഡ് വരുന്ന ഓറഞ്ചും യെല്ലോയും ആയിട്ട് വരുന്ന കുറ്റിത്തെറ്റിയിൽ ഡബിൾ ഷെയ്ഡാണ്. ഇത് ബേബി പിങ്ക് കളറ് കുറ്റിത്തെറ്റിയാണ്. എപ്പോഴും പൂവാണ്, എപ്പോഴും. ഇതുവരെ ഇതിൽ ഫ്ലവർ ഇല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിന് ഞാനിട്ടിരിക്കുന്ന പേര് ആടിൻ്റെ ചെവിയെന്നാണ്. കാരണം ആടിൻ്റെ ചെവി പോലെ ഇങ്ങനെ നീണ്ട് വരും. ഇതിൽ ഫ്ലവർ ഉണ്ടായിരുന്നത് ഫ്ലവർ പോയി, കരിഞ്ഞു പോയി. നല്ല ചുവപ്പ് കളറ് കുലുകുലിയായിട്ട് പന്ത് പോലെയാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. അടുത്ത പൂവിനായിട്ട് കയറി വരുന്നുണ്ട്. നാടനല്ല, ഹൈബ്രിഡ് ഇനമാണ്. ഇത് വലിയ പെറ്റലിൽ നമ്മുടെ ഒരു നാടൻ ടൈപ്പ് ലീഫ് പോലെയാണ് വരുന്നത്. ഒരു